കയ്യൊപ്പ്. ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിലും തമിഴിലും സമ്മാനിച്ച പ്രശസ്ത സിനിമാ നിർമ്മാതാവാണ് സ്വർഗചിത്ര അപ്പച്ചൻ. അദ്ദേഹം തന്റെ സിനിമാ ജീവിതത്തിലെ വിശേഷങ്ങൾ ഫഹദ് റാസയുമായി പങ്കുവച്ചതിന്റെ 4ാം ഭാഗം ഇപ്പോൾ കേൾക്കാം. സിദ്ദിഖ് സംവിധാനം ചെയ്ത സിനിമയാണ് ഫ്രണ്ട്സ്. അത് മലയാളത്തിൽ താങ്കൾ നിർമ്മിച്ചൊരു സിനിമയല്ല. എങ്കിലും അത് തമിഴിലേക്ക് പോയപ്പോൾ സിദ്ദിഖ് തന്നെയായിരുന്നു അതിൻ്റെ തമിഴ് സംവിധായകനും. അത് നിർമ്മിച്ചത് താങ്കളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സവിശേഷത ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അത് സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ആ കാലത്ത്. അതിനേക്കാളേറെ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇന്ന് തമിഴിലെ ഏറ്റവും സൂപ്പർ താരങ്ങളായിട്ടുള്ള വിജയും സൂര്യയും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്ന് സമ്മാനിച്ച പ്രൊഡ്യൂസറാണ് താങ്കൾ. അപ്പോൾ ആ ഒരു സിനിമയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? ഹിറ്റ്ലറിൻ്റെ കഥ അങ്ങനെ പിരിഞ്ഞു പോയല്ലോ. അപ്പോൾ സിദ്ദീഖിന് എന്നോടൊരു ഇഷ്ടം കിടപ്പുണ്ട്. എനിക്ക് സിദ്ദീഖിനോടുണ്ട്, അതൊരു ഇഷ്ടമാണ്. സിദ്ദീഖിന് ഹിറ്റ്ലർ എനിക്ക് ചെയ്യാത്തതിലൊരു വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സിദ്ദീഖ് ചെയ്തു പോയി. ഞങ്ങളുടെ മനസ്സിലത് കിടപ്പുണ്ട്. ഒരു ചില സമ്മർദ്ദങ്ങൾക്ക് വശപ്പെട്ടത് അങ്ങനെ ആയിപ്പോൾ പോട്ടെ. അപ്പോൾ ഈ വിജയ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സാർ ഒരു മലയാള സിനിമ ഹിറ്റുണ്ടെങ്കിൽ എടുത്തിട്ട് വാ, നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഫ്രണ്ട്സ് ഓടി. അപ്പോൾ ഞാൻ ആ മലയാള സിനിമ കണ്ടപ്പോൾ ഇത് വിജയനെ കാണിച്ചാൽ ശരി, ഞാൻ സിദ്ദീഖിനുണ്ട്. അപ്പോൾ സിദ്ദീഖിൻ്റെ കയ്യിലാണ് അതിൻ്റെ കഥയ്ക്ക് വേറെ ആർക്കും റൈറ്റൊന്നുമില്ല. സിദ്ദീഖിൻ്റെ കയ്യിൽ ആ കഥ എന്നുള്ളവർ എനിക്കറിയാം. കഥ വെസ്റ്റഡ് വിത്ത് ഡയറക്ടർ സിദ്ദീഖ്, അദ്ദേഹം ഉണ്ടാക്കിയ കഥയാണ്. സിദ്ദീഖ് പറഞ്ഞു തീർച്ചയായിട്ടും അപ്പച്ചൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിജയുടെ ഡേറ്റ് കിടപ്പുണ്ട്. വിജയ് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, വിജയിനെ സിദ്ദീഖിന് അറിയത്തില്ല, കണ്ടാൽ അറിയുന്നില്ലാണ്ട് വിജയുടെ ഇപ്പോൾ ഈ പടത്തിലൊന്നും സിദ്ദീഖ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ വർക്ക് ചെയ്തിട്ടില്ല. ഫാസിൽ സാറാണ് എന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സിദ്ദീഖിന് അങ്ങനെ ഫാസിൽ സാറിനെ പരിചയപ്പെടുത്തുന്ന അവസരം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ വിജയ് എനിക്ക് ഡേറ്റ് ഉണ്ട്, എനിക്ക് തന്നിരിക്കുന്ന ഡേറ്റാണ്. പുള്ളി അന്ന് പറഞ്ഞ ഒരു ഹിറ്റ് പടം എടുത്തിട്ട് പോയാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹിറ്റ് കൊണ്ട് കാണിച്ചു. ഞാൻ കൊണ്ടേ കാണിച്ചപ്പോൾ ക്ലൈമാക്സിൽ കുറച്ച് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖ് ഡയറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖിനെ ഞാൻ വിളിച്ചുകൊണ്ടുപോയി ഈ തമിഴ് സിനിമ TR സാർ എഡിറ്റർ, ഗോകുലകൃഷ്ണൻ അണ്ണാന്ന് പറയുന്ന ഫാസിൽ സാറിൻ്റെ റൈറ്ററുണ്ട് തമിഴിലേക്ക് മാറ്റുന്നത്, മൊഴി മാറ്റി ഇതൊക്കെ ചെയ്യുന്ന തമിഴിൽ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെ ഗോകുലകൃഷ്ണൻ അണ്ണനെ കൊണ്ട് എഴുതിച്ചു. ഞങ്ങളത് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് അഭിനയിക്കുന്നതിൻ്റെ ഈ ജയറാമിൻ്റെ ക്യാരക്ടർ ഇതാണല്ലോ, മുകേഷിൻ്റെ ക്യാരക്ടർ ചെയ്യാനുള്ള ആൾ വേണം. അതാണ് തപ്പിയപ്പോൾ ശേഖർ സാറാണ് പറഞ്ഞത്, സൂര്യ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ലയോള കോളേജ് പഠിച്ചു കഴിഞ്ഞ് അവനെ ഏതോ ഒരു പടത്തിൽ അഭിനയിച്ചിരുന്നു, നേർക്ക് നേരെന്ന് പറഞ്ഞ് വിജയ സൂര്യകണം. അതൊക്കെ ഇവർ ചെറിയ ഇപ്പോൾ ഒരു പടം വെച്ചാൽ ആ പടം ഡിസാസ്റ്റർ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അവിടെ ആദ്യത്തെ പടം ഒരു പടത്തിൽ അഭിനയിച്ചിരുന്നു. അത് ഭയങ്കര ഫ്ലോപ്പാവും, ഒരു ദിവസം പോലും ഓടിയില്ല. അവൻ്റെ അഭിനയമൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ആൾക്കാർ ഭയങ്കര കൂക്കൽ ഒറ്റപ്പെടും. അപ്പോൾ അവിടെ ആനന്ദ വികടൻ എന്ന് പറഞ്ഞൊരു വീക്കിലി ഉണ്ട്. ആ വികടൻ എഴുതി ശിവകുമാർ സാറിന് പിറന്ന പയ്യനാണെന്ന് ഡൗട്ടാണ് നടക്കുന്നത്. അതായത് ഈ ശിവകുമാർ സാർ ഭയങ്കര നടനല്ലേ, അഭിനയിക്കാനല്ലാതെ മോശമായിട്ട് റിവ്യൂ വന്നതാണ്. എല്ലാവരും പറഞ്ഞാണ് പടം ഡിസാസ്റ്റർ ഫ്ലോപ്പാണല്ലോ. അവനെ തീരുമാനമെടുത്തു ഇനി അഭിനയിക്കാനില്ലാന്ന്. സത്യത്തിൽ മലയാളത്തിൽ ഫഹദ് ഫാസിലിന് സംഭവിച്ച അതേമാതിരി ഇനി അഭിനയിക്കാനില്ലാന്ന്. ഫഹദ് ഫാസിലായിരുന്നു ഉയർത്തിയിരുന്നിട്ട് ഇവനതുപോലെ ഇവൻ്റെ ഉള്ളിനുള്ളിലുണ്ടാവും. അപ്പം ഞങ്ങൾ എന്നിട്ട് ഈ TR ശേഖർ സാർ ഞാനും കൂടെ കൂടിയിട്ട് ശിവകുമാർ സാറിൻ്റെ വീട്ടിൽ ചെന്നു, സൂര്യയുടെ വീട്ടിൽ. അന്നപ്പം ഞാൻ ഒരു 4 മണിക്ക് ചെല്ലുമ്പോൾ സൂര്യ അവിടെ ഇല്ല. അപ്പോൾ ശിവകുമാർ സാർ ഇങ്ങനെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ കണ്ടപ്പോൾ ശിവകുമാർ സാർ ഞങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അവനെ നടിക്ക് തെരിയാതെ, അവനെ തൊന്തര പണ്ണക്കൂടാതെ, ഇതൊക്കെ നിങ്ങൾക്ക് അവനെ വെച്ച് വേറെ ആളെ കിടയാതെ, എന്നാലും എന്താക്കോ ഞങ്ങൾ ഇവനെ ഈ സൂര്യനെ ഞങ്ങളുടെ പടത്തിലേക്ക് ഇങ്ങനെ ഫ്രണ്ട്സിൽ അഭിനയിക്കാൻ ഡേറ്റ് ചോദിച്ചു വന്നപ്പോൾ അയാൾ ഞങ്ങൾക്ക് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഈ ശിവകുമാർ സാറിൻ്റെ ഭാര്യ സൂര്യയുടെ അമ്മ പുറകിലിരുന്നെല്ലാം കേൾക്കുന്നു. സൂര്യ വീട്ടിലില്ല. അമ്മ പറഞ്ഞു അവൻ ക്രിക്കറ്റ് വിളയാടെ പോയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ TR ശേഖർ സാറിനെ എല്ലാവർക്കും അറിയാം, പഴയ എഡിറ്ററാണ്. MGRൻ്റെ പടങ്ങളൊക്കെ ചെയ്യുന്ന ശിവകുമാർ സാറിനും അറിയാം, എഡിറ്ററാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ തന്നു. അതൊക്കെ കുടിച്ച് ഇയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ചെന്നത് ശിവകുമാർ സാറിന്, അച്ഛനാണ്. അപ്പോൾ അത് നടക്കില്ലാന്ന്, നമുക്ക് വേറെ ആരെങ്കിലും കിട്ടുമല്ലോ, ഇപ്പോൾ സൂര്യ വേണമെന്നില്ലല്ലോ. അങ്ങനെ ഇത് പിറ്റേ ദിവസം ഉണ്ട് 4 മണിയായപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ സൂര്യ കയറി വരുന്നു. ഒരു പയ്യൻ ഡോർ നോക്കിയിട്ട് സൂര്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്കൾ സൂര്യയുടെ ആദ്യത്തെ സിനിമ കണ്ടിരുന്നോ? ആദ്യത്തെ സിനിമ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ പരിചയമൊന്നുമില്ല. പക്ഷേ സൂര്യയുടെ ഈ വീക്കിലൊന്ന് ഫോട്ടോ അറിയാം, ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ. ഇന്ന് സിനിമ കണ്ടിട്ടില്ല. നേരെ കളിക്കുന്നില്ല എവിടെയും. പിന്നെ അന്നത്തെ പോലത്തെ വീഡിയോ ഒന്നുമില്ല, പൊളിച്ച് പാളീസായി പോയ സിനിമയാണ്. എന്നിട്ട് സൂര്യ ഇങ്ങനെ കയറി വരുന്നു. അപ്പോൾ ഞാനുണ്ട്, ശേഖർ സാറുമുണ്ട്, സിദ്ദീഖുണ്ട്, ഗോകുലകൃഷ്ണനുണ്ട്. ഞങ്ങളിങ്ങനെ ഈ കഥ ഡിസ്കഷനൊക്കെ വേറെ ആരെ തപ്പാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഉണ്ട്.
അപ്പോൾ പുള്ളി ഇങ്ങനെ കയറി വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ വണക്കമൊക്കെ തണ്ടി ഇരുന്നിട്ട് ഞാൻ ഉட்காருங்க സൂര്യ എന്ന് പറഞ്ഞു. സൂര്യ ഇരിക്കുന്നില്ല എന്ത് ചെയ്താലും. സൂര്യക്ക് ഞാൻ ചേരിട്ട് സൂര്യ ഇരിക്കില്ല, ഞാൻ പിന്നെ പിടിച്ചിരുത്തിയ സൂര്യനാണ്. സൂര്യ ഉட்காருங்க സൂര്യ എന്നത് ഉட்காருங்க. അതായത് സൂര്യക്ക് അഭിനയിക്കണം ഭയങ്കര താല്പര്യമുണ്ട്. സൂര്യ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുക, സാർ എനിക്ക് നടക്കണമെന്ന് ആശയം இருக்குது സാർ, பட் அப்பா സമ്മതിക്കുന്നില്ല. സമ്മതിക്കട്ടെ, അമ്മ താൻ சொன்னேன் നിങ്ങൾ വന്നെന്ന്, അമ്മ சொன்னேன் അതിനല്ലേ താൻ നിങ്ങൾ വന്നപ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുക. പിന്നെ ഞാൻ പിടിച്ചിരുത്തി അവിടെ. നമ്മളൊരാൾ ചാൻസ് ചോദിച്ചു പോയി ഒരു ഡയറക്ടറുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും. പുള്ളി എന്ത് വേണമെങ്കിൽ പുള്ളിക്ക് ഈ പടത്തിൽ അഭിനയിക്കണം, എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ മതി, ഒരു ചാൻസ് കിട്ടിയാൽ മതി. വളരെ കെഞ്ചി കേട്ടാ ചോദിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് സന്തോഷമായില്ലേ. അപ്പോൾ പടലാമ ഇന്നലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്ക് കഥയും കേൾക്കണ്ട ഒന്നും കേൾക്കണ്ട. അങ്ങനെ പിന്നെ സൂര്യ വന്നു, സൂര്യ അഭിനയിച്ചു. എല്ലാ ദിവസവും സൂര്യ നേരത്തെ വരും. സൂര്യൻ വിജയ് സെറ്റിൽ വന്ന് അവർ കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. ഒരു ഈഗോ ഇല്ല, വളരെ ഇന്നസെന്റ് ലവ്. വിജയും സൂര്യ ഒരുമിച്ച് പഠിച്ചാണ്. ആ ലയോള കോളേജിൽ സെറ്റിൽ വരുമ്പോൾ നൻപ അവർ ഫ്രണ്ട്സാണ്, സെയിം ഫ്രണ്ട്സാണ്. അപ്പോൾ അവർക്കും ഈ സിനിമ സൂര്യ രണ്ടാമത്തെ പടത്തിൽ വരുന്നു. വിജയ് എത്ര പടം അഭിനയിച്ചാലും ഒരു കാതലിക്ക മര്യാദയ്ക്ക് ശേഷമാണല്ലോ ഈ ലെവലിലേക്ക് എത്തിയത്. അവർ രണ്ടുപേർക്കും ഇപ്പോഴത്തെ ലെവലിലുള്ള വലിയൊരു അത്യുന്ന ഇതിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഒരു അതിൻ്റെതായ ഈഗോയും സെക്യൂരിറ്റിയും ഒക്കെ വരുമല്ലോ. അന്ന് അതൊന്നുമില്ലല്ലോ, വളരെ നിഷ്കളങ്ക രണ്ടുപേരല്ലേ. നമുക്ക് കൊണ്ടു നടക്കാനും മേയ്ക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. അങ്ങനെ ആ സിനിമ വന്നു. സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ആണല്ലോ സൂര്യ ഭയങ്കര അസാധ്യ പെർഫോമൻസ് ആണല്ലോ സൂര്യ ഫ്രണ്ട്സിൽ വെച്ചിരിക്കുന്നത്. അത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ആൾക്കാരില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. എനിക്ക് 6.25 കോടി രൂപ വന്ന് ചിലവാണ്. സ്വന്തം പൈസയാണ്. പിന്നെ സ്വന്തം പൈസ എന്ന് പറഞ്ഞാൽ മാർവാടിയിൽ നിന്ന് കടം മേടിച്ച പൈസയുണ്ട്, അല്ലാണ്ട് തിയേറ്ററുകാരുടേത് അഡ്വാൻസോ ഡിസ്ട്രിബ്യൂട്ടർ അഡ്വാൻസോ ഒന്നുമില്ല. ഓവർസീസ് വിറ്റിട്ടില്ല, സാറ്റലൈറ്റ് വിറ്റിട്ടില്ല, ഏരിയ വിറ്റിട്ടില്ല, ഒന്നും വിറ്റിട്ടില്ല. അത് ഈ താരങ്ങൾ പരിചിതരല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. വിജയ്ക്ക് ഒരു പടം ഓടി എന്നല്ലാണ്ട് പിന്നെ ഫ്രണ്ട്സ് അല്ലേ, ഇംഗ്ലീഷ് ടൈറ്റിലല്ലേ, ഡയറക്ടർ സിദ്ദീഖല്ലേ, അതും അറിയില്ല. അവിടുത്തെ ഇപ്പം വലിയൊരു ഡയറക്ടറാണ് എസ് എ ചന്ദ്രശേഖർ, അല്ലെങ്കിൽ കെ എസ് രവികുമാർ, അല്ലെങ്കിൽ മണിരത്നം, അല്ലെങ്കിൽ ശങ്കർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കത്തി നിൽക്കുന്നിടത്ത് സിദ്ദീഖ്, എന്ത് സിദ്ദീഖ് അവിടെ കേട്ടിട്ടേ ഇല്ല, അറിയത്തില്ല. പിന്നെ അപ്പച്ചൻ, അത് ആര്, അതും അറിയത്തില്ല. സ്വർഗ്ഗചിത്ര, അത് അവിടെ AVM ഓസ്കർ വലിയ ബാനർ പുതുസ്, ഡയറക്ടർ പുതിയത്. വിജയ് മാത്രമേ തരും. വിജയ്ക്ക് അന്ന് അങ്ങനെ ഏരിയ വെക്കാനുള്ള മാർക്കറ്റൊന്നും വന്നിട്ടില്ല. വിജയകാന്താണ് അന്ന് മേലെ നിൽക്കുന്നത്. വിജയകാന്തും പിന്നെ കമലഹാസനൊക്കെ നടത്തത്. വിജയ് അങ്ങനെ കയറി വരുന്നുള്ളൂ. ഒരു കാതലിക്ക മര്യാദ ഒരുപാട് ഓടിയാൽ അവരങ്ങോട്ട് അംഗീകരിക്കില്ല. അത് ലവ് സ്റ്റോറി ആയിട്ട് ന്യൂ ബേസിൽ ലെവലിൽ അങ്ങ് പോയിന്ന്. ഏരിയ വാങ്ങിക്കാനൊന്നും വരില്ല. ഏരിയ എല്ലാവരും ഡിസ്ട്രിബ്യൂഷൻ എടുക്കാറുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് കൂട്ടി എല്ലാം കൂടെ എനിക്ക് 4 കോടി രൂപ വർക്കൗട്ട് ആവുള്ളൂ. 6.25 കോടി രൂപയുടെ മുതലാ. എന്ത് ചെയ്യാൻ പറ്റും? വലിയ റിസ്ക്കാണ്, ഭയങ്കര റിസ്ക് അല്ലേ. അപ്പം ഞാൻ തീരുമാനമെടുത്ത് ഈ സിനിമ ഞാൻ സ്വന്തം എൻ്റെ തമിഴ്നാട്. അപ്പോൾ എനിക്ക് കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. കേരളത്തിൽ വെച്ചാൽ ഒരു 30-33 പ്രിൻ്റൊക്കെയാണെന്ന് ചെയ്യുള്ളൂ. തമിഴ്നാട്ടിൽ അത്ര ഏരിയ ചെയ്യണമെങ്കിൽ ഒരു 100 പ്രിൻ്റ് ചെയ്യണം. ഒരു 100 പ്രിൻ്റ് എടുത്തിട്ട് എൻ്റെ തമിഴ്നാട് ഓൺ റിലീസ് ചെയ്യണം. ഇത് ഞാൻ സ്വന്തം എടുത്ത് തീരുമാനം. അങ്ങനെ തീരുമാനം എടുത്തിട്ട് അതിന് റെപ്രസെൻറ്റേറ്റീവ്മാരെ വേണം. 100 പ്രിൻറ്റിന് 200 ആൾക്കാരെ ഞാൻ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി അവിടെ. കാരണം ഇത് റെപ്രസെൻറ്റേറ്റീവ്മാർ വേണം, അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്നൊക്കെ പൈസ കട്ടുകൊണ്ട് പോകില്ലേ. ഈ കറക്റ്റ് കണക്കൊന്നും വരില്ലല്ലോ. 100 തിയേറ്റർ. എൻ്റെ കൂടെ ശ്രീധർ ബാബു എന്ന് പറഞ്ഞൊരു മാനേജർ ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട് അയാൾ നല്ല അയാൾ എല്ലാ തിയേറ്ററിലും വിളിച്ച് ഡേറ്റ് എടുത്തിട്ട് തിയേറ്റർ അഡ്വാൻസൊക്കെ കുറച്ച് പൈസയൊക്കെ കിട്ടി, എന്തോ ഒരു 1-2 കോടിയൊക്കെ കിട്ടി. അങ്ങനെ അപ്പോൾ എസ് എ ചന്ദ്രശേഖർ സാറ് ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അപ്പച്ചൻ ധൈര്യം உங்களுக்கு ധൈര്യം இருக்குன்னு എനിക്ക് தெரியும், എല്ലാവരും சொல்கிறாரு, உங்களுக்கு ധൈര്യശാലിന്ന് എല്ലാവരും சொல்கிறாரு, നിങ്ങൾക്ക് ധൈര്യം ഇരിക്കും, നല്ല മനുഷ്യനുക്ക് ധൈര്യം ഇല്ലാമ നല്ലതാണ്, ബട്ട് ഇതൊക്കെ ധൈര്യം നല്ല இதுக்கு மூடத்தரம் தான் சொல்லுவார் തമിഴിൽ. ഇതൊക്കെ മൂടത്തരം, നീ കാണിക്കുന്ന മൂടത്തരം. അയ്യോ അപ്പടി അവർ പറഞ്ഞു. അതായത് SAC ഈ സിനിമയുടെ കോപ്പി കണ്ടു, ഡബിൾ പോസ്റ്റ് കണ്ടു, SACക്ക് ഇത് ഓടുന്ന അശേഷം താല്പര്യമില്ല. എസ് എ ചന്ദ്ര സാർ പറയുന്നത് ഇത് ഓടൂല എന്ന് എന്നോട് പറഞ്ഞു. സിനിമ കണ്ടതിന് ശേഷം എൻ്റെ ഫ്ലാറ്റിൽ വന്ന് കയറിയിട്ട് പറഞ്ഞു, ഇത് മൂടത്തരം എന്താ, നിങ്ങൾക്ക് ഏതോ ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്ക്, എന്നോട് വന്ന് പറഞ്ഞു. പെരിയ ലോസ് ആയിടും. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നുള്ളൂ. എന്തും വരട്ടെ, ഏതായാലും നമ്മൾ വന്നല്ലോ. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ സിനിമ ഓടുന്നുള്ള കാര്യം. ചില സിനിമ നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് ഓടുന്നുള്ള കാര്യം. കാരണം അവിടുത്തെ കൂട്ട് കോമഡികളൊന്നും അല്ലത്. പടം ഇറങ്ങി, പടം ഞാനങ്ങനെ കൊണ്ട് 100 പ്രിൻ്റ് എടുത്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ 2001 ജനുവരി മാസം 14-ാം തീയതി പൊങ്കലാണ്, 12-ാം തീയതി വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത്, 13-ാം തീയതി ശനി, 14-ാം തീയതി ഞായർ, 14-ാം തീയതി പൊങ്കലാണ്. പൊങ്കൽ റിലീസാണ്. പടം വാഞ്ചിനാഥൻ, ദീന, AR മുരുദാസ് ഡയറക്ടർ ചെയ്യുന്ന പടം, അജിത് നായകൻ, വാഞ്ചിനാഥൻ, വിജയകാന്ത്, ഷാജി കൈലാസ്. എൻ്റെ പടം ഫ്രണ്ട്സിൽ ആകെപ്പാടെ ജനങ്ങൾക്ക് അറിയാവുന്നൊരു മുഖമുള്ളത് വിജയുടെ മാത്രമേ ഉള്ളൂ. അപ്പച്ചനെ അറിയത്തില്ല, സിദ്ദീഖിനെ അറിയത്തില്ല, സ്വർഗീയത്തിനെ അറിയത്തില്ല, സൂര്യക്ക് ഭയങ്കര മൈനസും. സൂര്യയുടെ ആദ്യത്തെ പടം വന്നിട്ട് അള്ളക്ക് ആർട്ടിസ്റ്റ് പടം മുദ്ര കുത്തി വിട്ടു സൂര്യനെ.
തമിഴിൽ അങ്ങനെയുള്ളവർ രക്ഷപ്പെടാറേ ഇല്ല. എവിടെ നിന്ന് രക്ഷപ്പെടാനാണ്? അല്ല, ആരും അംഗീകരിക്കില്ലല്ലോ. അതെ അതെ, അംഗീകരിക്കില്ലല്ലോ. എന്നിട്ട് വേണ്ട രക്ഷപ്പെടാൻ, പടം കിട്ടണ്ടേ? പടം ഫസ്റ്റ് ഡേ 4 മണിക്ക്, വെള്ളിയാഴ്ച പടം റിലീസായിട്ട് 4 മണിക്ക് വിജയ്, ഈ സൂര്യ വന്ന മാതിരി വിജയ് എൻ്റെ ഫ്ലാറ്റിൽ വാതിൽ മുട്ടിട്ട് കയറി വരുന്നു. അപ്പോൾ സിദ്ദീഖ് അങ്ങോട്ട് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. പൊങ്കലിൻ്റെ ഇതായിട്ട് ഗോകുലകൃഷ്ണനെയും ശേഖർ സാറൊന്നും, അവരൊക്കെ തമിഴരല്ലേ, അവരൊക്കെ അവരുടെ വീട്ടിൽ കൂടെ പോയി, അവരൊക്കെ ഊര് വേറെയാണ്. ഞാനിങ്ങനെ ഈ പടം റിലീസായതാണല്ലോ, ഈ ഒക്കെ നമ്മൾ നോക്കണം. ഉദയൻ തിയേറ്റർ ഉണ്ട് എൻ്റെ ഫ്ലാറ്റിന് മുമ്പിൽ. ഉദയൻ തിയേറ്ററിൽ ഞാൻ രാവിലെ പോയിട്ട് 10 മണിയുടെ ഷോ ഉദയത്തിൽ ചന്ദ്രൻ എന്ന് പറയുന്ന തിയേറ്ററിൽ ഞാൻ പോയി കണ്ടപ്പോൾ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. പക്ഷേ 50% ഒക്കുപ്പൻസി ഉള്ളൂ, ഫുള്ളല്ല. ഈ 100 സെൻറ്ററിൽ നിന്ന് 3% വരെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് അങ്ങനെ ഹൗസ് ഹോൾഡ് എവിടെയും വന്നിട്ടില്ല. പക്ഷേ എല്ലായിടത്തും 50%, 60% ഓഡീസ് ഉണ്ട്. ഓൾഡ് ഓവറൊന്നും അല്ല, എല്ലായിടത്തും ഉണ്ട്. വലിയ ടെൻഷനാണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആൾക്കാരിങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്, ചിരി നിർത്താതെ ചിരിക്കുന്നു. പക്ഷേ കൂട്ടൽ വൈകുന്നേരം വിജയ് കയറി വന്നിട്ട് പറഞ്ഞു, സാർ നമ്മ പടം ഡൗട്ട് സാർ, ശരിയായി പോകണ മാതിരി ഇല്ല സാർ എന്ന് വിജയ് പറയുക. അതുവരെ അപ്പം മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം സൊന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, വിജയ് കൊഞ്ചം അമിതേ ഇരുവേ ചെയ്ഞ്ചു, ഒരു 2 നാൾ മുടിയിട്ട്. എന്നോട് ഇപ്പോൾ അനീതിപ്രാവ് പടം അങ്ങനെയായിരുന്നു, എൻ്റെ പല പടങ്ങളും അങ്ങനെയാണ്. അത് ഒരു മൺഡേ വരേക്ക് നമ്മൾ പാപ്പം വിജയ്, മൺഡേ വരെ. അപ്പോഴും വിജയ്ക്ക് വിജയ് വളരെ ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക, പാവമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബിസ്ലേരി വാട്ടറിൻ്റെ ഒരു കുപ്പി മേടിച്ചതിൽ 2 സിപ്പ് എടുക്കും. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ആഗ്രഹിച്ച സിനിമ, പിന്നെ എൻ്റെ പൈസയും പോയല്ലോ. അപ്പോൾ വിജയനോട് ചോദിച്ചു, സാർ ഏരിയ വിൽക്ക വേണ്ടേ, സാറ്റലൈറ്റ് ഓവർസീസ് വിറ്റിട്ട് സാർ, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഓവർസീസ് ഇല്ലെന്നാ പൈരസി CD വന്നിടും. അപ്പോൾ ഞാൻ പറഞ്ഞു, വിജയ് ഒരു 1 C എങ്കിലും കിട്ടാണ്ട് ഓവർസീസ് എങ്ങനെ കൊടുക്കും, ആരും വരുന്നില്ല ഓവർസീസിന്. അങ്ങനെ പറഞ്ഞു. പടം ഒരു ഫ്ലോപ്പൊന്നും പറഞ്ഞില്ല, ഹിറ്റൊന്നും ആരും പറയുന്നില്ല. ഒരു കൺഫ്യൂഷൻ റിപ്പോർട്ടാണ് മൊത്തം, എല്ലായിടത്തും വിളിക്കും. പക്ഷേ തിയേറ്ററുകാരൻ പറയുന്നുണ്ട്, സാർ ഒന്നുമേ തെരിയാതെ മൺഡേ സൊല്ലാം സാർ, മൺഡേ സൊല്ലാം. ചില തിയേറ്ററുകാർ പറയുന്നുണ്ട്. തിരുപ്പൂർ സുബ്രഹ്മണ്യം എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര കില്ലാടി തിയേറ്റർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് പുള്ളി ഭയങ്കരനാണ് പുള്ളിയല്ല. അവർ ഈ വിജയനെയൊക്കെ എപ്പോഴും വിളിക്കും. വിജയുടെ അയാൾ പറഞ്ഞിരിക്കുന്നത്, സാർ പടം ഫ്ലോപ്പ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിജയനോട് പറഞ്ഞു, സുബ്രഹ്മണ്യ സാർ കൂപ്പിട്ടെ സാർ, വിജയ് സുബ്രഹ്മണ്യ സാറിനെ പടം ശരിയാ പോകമാണില്ല. ദീനാവുക്ക് പെരിയ കൂട്ടം, ഈ അജിത്തിൻ്റെ പടത്തിന് ഭയങ്കര കൂട്ടമാണ്. അജിൻ്റെ പടത്തിൻ്റെ രാവിലെ 10 മണി ഷോയ്ക്ക് ആൾ നിൽക്കുക, 2ാമത്തെ ഷോയ്ക്ക്. നമ്മുടെ പടത്തിന് ബുക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ടിക്കറ്റ് കൊടുക്കുമ്പോൾ ഒരു 50% ആൾ വരും. ഇല്ല, അതാണ് വിജയ് പറയുന്നത്, സാർ ഇന്നേക്ക് കൂട്ടം, അങ്ങേ കൂട്ടമില്ല, അവിടെ ഇല്ല, തിരുപ്പൂരില്ല, ചെങ്കൽപ്പേട്ടില്ല, അവിടെ ഇല്ല, മധുരയിലില്ല എന്നൊക്കെ ഇങ്ങനെ ഇല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇവരെ ഈ SAC-നെയൊക്കെ എല്ലാവരും വിളിക്കുന്ന റിപ്പോർട്ടാണ് പുള്ളി എന്നോട് പറയുന്നത്. ഞാൻ ഇല്ല റിപ്പോർട്ടുകാരെ ഞാൻ അങ്ങനെ റെപ്രസെൻ്റേറ്റീവ് വിളിക്കാറില്ല, അങ്ങനെ ഇരിക്കുക. എന്തായാലും വരട്ടെ, ഇപ്പോൾ ഇതായില്ല, ഇപ്പോൾ 2 തിങ്കളാഴ്ച അറിയാം, അല്ല ഞായറാഴ്ച അറിയാം എന്നുള്ളതാണ് ഇങ്ങനത്തെ സിനിമയ്ക്കുള്ളത്. അങ്ങനെ ഒരു 4 മണി, ഒരു 5, 6 ആയപ്പോൾ വിജയ് പോയി. പിറ്റേ ദിവസം അതേപോലെ 4 മണിക്ക് വിജയ് വന്നു. അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഉണ്ട്, സാർ നേത്തുമാര് തന്നെ, ബട്ട് നല്ല സിരിപ്പിരിക്കും സാർ എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി. നല്ല സിരിപ്പ്, അതായത് തമാശ. നമ്മൾ വിജയ്, അമേതി വിജയ് 2 നാൾ കൂടെ നമ്മൾ പാപ്പോ, ഇന്നേക്കിപ്പോൾ സാറ്റർഡേ അയച്ചില്ലേ, നാളേക്ക് പോകാം. നാളേക്കല്ല. അപ്പോൾ വിജയ് പറയും, നാളേക്ക് കൂട്ടിറക്കും സാർ, നാളേക്ക് സൺഡേ തന്നെ, സൺഡേ എല്ലാം ഫുള്ളായിടും. ബട്ട് അത് നമ്മൾ വിജയ് സൺഡേ ഫുള്ളാണ്, അതേ കളക്ഷൻ മൺഡേ കിടച്ചാൽ, മൺഡേ ആയത് കൂടെ അതേ കളക്ഷൻ വന്നാൽ നമുക്ക് പ്രശ്നം കിടയാതെ, നമുക്ക് പാപ്പോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് ടെൻഷനുണ്ട്. എന്നാലും പുള്ളി ഹാപ്പി അല്ല, ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് പോയി ഞായറാഴ്ച വന്നപ്പോൾ പുള്ളി പറയുന്നുണ്ട്, എല്ലാവരും ഫുള്ളുതാ, മോർണിംഗ് ഷോ ഫുള്ളാകലേ, മീതി ഷോ എല്ലാം 1 മണി ഷോ ഫുള്ളുതാ, മാറ്റിന് ഫുള്ളുതാ, എല്ലാവരും കൂപ്പിട്ട് സൊന്നെ. ബട്ട് എല്ലാ ഷോയിന്നേക്ക് ഫുള്ളുതാ, വാഞ്ചിനാഥനും ഫുള്ളുതാ, ദീനാവും ഫുള്ളുതാ. അപ്പോൾ പുള്ളിക്ക് ആ സങ്കടത്തിൽ നിന്ന് പുള്ളി മാറിയിട്ടില്ല. അതാണ് വിജയ്ക്കൊരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. അവനാ വേണമെങ്കിൽ എൻ്റെ പടം ശ്രദ്ധിക്കാതെ വേറെയിലേക്ക് അലഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അവനവൻ്റെതായ രീതിയിൽ അമേരിക്കയ്ക്ക് പോകും, അല്ലെങ്കിൽ വേറെ എന്നോടുള്ള ഇഷ്ടം. വൈകുന്നേരം 4 മണിക്ക് ഒരു പാവം കയറി വരുന്ന പോലെ എൻ്റെ ഫ്ലാറ്റിൽ കയറി വന്നാൽ അവിടെ ഇരിക്കും. വേറെ കണക്ഷൻ ഒന്നുമില്ല. ഒരു പച്ച ടാറ്റാ സഫാരി വണ്ടിയാണ് പുള്ളി സ്വന്തം ഓടിച്ചാൽ വരിക. ഓടിച്ച് വന്നിട്ട് ആ ഫ്ലാറ്റിൽ അവിടെ കയറ്റി വെക്കും, ഇവിടെ വരും. നമ്മളൊരു ബിസ്ലേരിയൊരു പുതിയ കുപ്പി പൊട്ടിക്കാതെ അവിടെ വെക്കും, 2 സിപ്പ് എടുക്കും. പുള്ളി വേറെ ഒന്നുമില്ല, ഇങ്ങനെ കീപ്പോട്ട് നോക്കിയിരുന്നൊരു ചെറിയ കുട്ടി ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഇങ്ങനെ സാർ ഇന്നേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, വിജയ് നാളേക്ക് പാര് വിജയ്, നാളേക്ക് തന്നെ നമ്മൾ ഡിസൈഡിങ് ഡേ, നാളേക്ക് പാര് വിജയ് എന്ന്. അങ്ങനെ തിങ്കളാഴ്ച 4 മണിക്ക് വന്നു. തിങ്കളാഴ്ച 4 മണിക്ക് വിജയ് വരുമ്പോൾ വേറൊരു എൻറ്റയർലി പേഴ്സണാണ്, വേറൊരാളാണ്. സന്തോഷം വന്നിട്ട് ഇങ്ങനെ, സാർ നമ്മ പടം താൻ സാർ നമ്പർ 1, നമ്മ പടം താൻ നമ്പർ 1. நான் சொன்னேன், யார் சொன்னேன்? சுப்பிரமணியம் சார் சொன்னேன். அப்படி சொன்னேன். அப்பாவுக்கிட்ட எல்லா தியேட்டருக்காரையும் கூப்பிட்டு சொல்கிறாரு, நம்ம படம் தான், இந்த பொங்கலுக்கு நம்ம படம் தான், முதல் படம் தான். കാരണം സൺഡേ നമ്മുടെ പടത്തിന് ഓരോ തിയേറ്ററിൽ 2 സിനിമയുടെ ആളാണ് വരുന്നത്. 3 മണിയുടെ ഷോയ്ക്ക് വന്നവർ 6 മണിക്ക് കാണുന്നു, 8 മണിക്ക് ഇടുന്നു, അഡീഷണൽ ഷോ ഒക്കെ സൺഡേ. അപ്പോൾ ഞാൻ ചോദിച്ചു, ദീനാവും സാർ, ദീനാവും വാഞ്ചിനാനും ഒക്കെ 2 നാൾ കൂട്ടാവും.
സാർ ഓഡിറ്റോറിയത്തിൽ സാർ കലകലകാര പേർക്ക് വിജയ് പറയാം കലകലാര പേർക്ക് என்ன கோடி செம்ம காமெடி சார் செம்ம காமெடின்னு எல்லாரும் சொல்கிறாரு. என்ன ஹாப்பியாக சார் நீங்கள் இன்னைக்கே சைன் பண்ணணும் சார் அந்த ஓவர்சீஸ் சைன் பண்ணிவிடு ஓவர்சீஸ் நம்ம ஒரு ஃப்ரெண்டு இருக்குது அவர் சாரை கூப்பிடுவார் കൊടുത്തിട്ട് സാർ നമ്മൾ കൊടുക്കത്തക്ക റെഡി മൺഡേ ഓവർസീസ് വിറ്റു ഞായറാഴ്ചയാണല്ലോ വന്ന് പറയാം തിങ്കളാഴ്ച ചെയ്ത് ഓവർസീസ് 1 കോടി രൂപയ്ക്ക് വിറ്റു. പിന്നെ സാറ്റലൈറ്റ് പോയി സാറ്റലൈറ്റ് സൺ ടി വി നേരത്തെ തന്നെ സൈൻ ചെയ്ത് വെച്ചതാണ് അതൊക്കെ ആയി നേരത്തെ പറഞ്ഞു വെച്ചതാണ് കാര്യങ്ങളൊക്കെ ആയി നമ്മൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ പറഞ്ഞു എല്ലാവർക്കും റെഡിയായി. തിങ്കളാഴ്ച മുതൽ ഇൻഡസ്ട്രിയിൽ ഉടനെ നമ്മൾ പേപ്പർ പരസ്യമൊക്കെ ഫ്രണ്ട് പേജിൽ അടിക്കാൻ തുടങ്ങി. ഫ്രണ്ട്സിൻ്റെ ദിനകരൻ, ദിനതന്തി, ദിനമലർ 3 പേപ്പറാണ് അവിടെ ഉള്ളത്. അത് ഞാൻ വിജയോട് പറഞ്ഞിട്ടില്ല. തിങ്കളാഴ്ച വിജയ് വരുന്നത് ഈ 3 പത്രം എടുത്തുകൊണ്ട് എൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നത്. സാർ നമ്മ പടത്തോടെ വിളംബരമല്ല ഫ്രണ്ട് പേജിൽ സാർ എനിക്ക് അഡ്വർടൈസിങ് ഏജൻസി ഞാൻ താൻ പണിയത് അതായത് ഒരു സിനിമയുടെ പരസ്യം അവിടെ ഒരു പുള്ളൗട്ടാണ് വരിക. ഒരു സാധാരണ സിനിമ പരസ്യത്തിന് വേണ്ടിയിട്ട് ഈ പത്രത്തിൻ്റെ കൊടുത്ത് ഒരു പുള്ളൗട്ട് വരും, ഒരു ഷീറ്റ് വരും. അതിലാണ് അതിന് 4000 രൂപ കൊടുത്തത് അതിലാണ് പരസ്യം വരിക. ഞാൻ ആ പുള്ളൗട്ട് വിട്ടിട്ട് എല്ലാം ദിനകരൻ ദിനതന്തിയുടെയൊക്കെ ഫ്രണ്ട് പേജിലാണ് 3-15 അടിക്കുക. അതിന് അന്ന് 35,000 രൂപ വേണം, മറ്റേതാണെങ്കിൽ 4000 രൂപ മതി. വിജയ്ക്ക് അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. ഫ്രണ്ട്സ് എല്ലാം ഫസ്റ്റ് പേജിൽ തന്നെ ലാസ്റ്റ് ഫ്രണ്ട് പേജിൽ അടിക്കുകയല്ലേ. അപ്പം സെമ പരസ്യം സാർ അത് വിജയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. വിജയ്ക്ക് അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞ് വന്ന് പിന്നെ വിജയ് കൊണ്ട് വരാറ് പിന്നെ ഞാൻ പോയി കാണാറായി വിജയ്. അങ്ങനെ വന്ന് 100 ദിവസം എല്ലാ പ്രിൻറ്റും 100 ദിവസം ഓടി. ഇപ്പോൾ 100-ാം ദിവസം ഫംഗ്ഷനൊന്നും ഞാൻ അങ്ങനെയൊന്നും വെച്ചില്ല. കാരണം ഡിസ്ട്രിബ്യൂട്ടർമാരല്ലേ പ്രൊഡ്യൂസർമാരുടെയൊക്കെ മുമ്പിൽ നമ്മൾ വലിയൊരു അഹങ്കാരം കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എല്ലാ പ്രിൻറ്റും ഓടി. പക്ഷേ ഇൻഡസ്ട്രിയിൽ ഭയങ്കര പേരായി. ഫ്രണ്ട്സ് സിനിമ കണ്ടവരൊക്കെ പറയുന്ന ഫ്രണ്ട്സുമാതിരി കോമഡി നാളെ ഇതുവരേക്കും നമ്മൾ പാക്കലേ ഒരു പടത്തിലും പാക്കലേ കണ്ടത് തന്നെയാണ് വീണ്ടും കാണുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടെങ്കിൽ ഈ സൺ ടി വിയിൽ ഫ്രണ്ട്സാണ് ഉണ്ടാകുക. സൺ ടി വിയിൽ ഇപ്പോഴും ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ടാവും ഏതെങ്കിലും ഒരു സമയത്ത്. കാരണം എല്ലാവരും ഇരുന്നിട്ട് കാണുന്ന സിനിമയാണത്. അപ്പോൾ അത് കഴിഞ്ഞ് സന്തോഷം ഞാൻ വിജയോട് അന്ന് പറഞ്ഞു വിജയ് എനിക്ക് എപ്പോഴെങ്കിലും ഒരു ഡേറ്റും കൂടി തരണമെന്ന് പറഞ്ഞു. സാർ നിങ്ങൾ എപ്പോൾ വേണേലും വാങ്ങോ സോ നിങ്ങൾക്ക് ഡേറ്റ് തരാം. അങ്ങനെ പറഞ്ഞ സിനിമ ചെയ്ത് പിന്നെ ചെയ്ത സിനിമയാണ് അഴകിയ തമിഴ് മകൻ എന്നുള്ള സിനിമ. അത് 2007. അല്ല ഇതിന് മുന്നേ സൂര്യയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു ഉയർന്നത്? എല്ലാവരും പടം കഴിഞ്ഞപ്പോൾ സൂര്യ ബെസ്റ്റ് നടികർ ഈ എഴുതി തള്ളിയവനൊക്കെ ആനന്ദവികടനൊക്കെ സൂര്യയുടെ കവർ ഫോട്ടോ അടിക്കുന്നു. സൂര്യത നടികർ സൂര്യത വിജയനേക്കാളും നല്ല നടികർ സൂര്യത അപ്പടി ആകുന്നു. സൂര്യക്ക് ചെറ കോള് ഡേറ്റ് സൂര്യ എപ്പോഴോ പോയി. ശിവകുമാർ സാറ് അവർക്കൊക്കെ ഇങ്ങനെ എൻ്റെ പയ്യന് നടിക്കാൻ അറിയാവുന്ന അവർ ഒക്കെ ചോദിക്കുന്നു. കാരണം നല്ലൊരു കഥ കേട്ടിട്ടുണ്ട്. സൂര്യ വലിയ ലെവലിലായിപ്പോയി, വലിയ ലെവലിൽ. പിന്നെ തെരുതെര പടങ്ങൾ പിന്നെ സൂര്യക്ക് തിരഞ്ഞു നോക്കേണ്ടി വന്നിട്ടേ ഇല്ല. സൂര്യ കണ്ടു അതിനിടയ്ക്ക് സൂര്യന് ഒരു ദുബായ് എയർപോർട്ടിലൊക്കെ വെച്ച് ഭയങ്കര സ്നേഹം. അതിപ്പോഴും സ്നേഹമുണ്ട്. സൂര്യന് ആ പടവില്ലെങ്കിൽ സൂര്യ ഇല്ല. കാരണം അഭിനയിക്കുന്നുള്ള ആവശ്യം സൂര്യക്കുണ്ടെങ്കിലും ഒരു കഥാപാത്രം, ഒരു ക്യാരക്ടർ, ഒരു ഡേറ്റ്, ഒരു കമ്പനി, ഒരു പടം കിട്ടണ്ടേ. തേടി വരുന്നില്ല. പടം കിട്ടുകയും ചെയ്യണ. രണ്ടാമത്തെ സിനിമയും കൂടെ ഫ്ലോപ്പ് ആണെങ്കിൽ പിന്നെ സൂര്യൻ വരികയല്ല. സൂര്യയുടെ വിൽ പവർ നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത്തെ പടം അതിഭയങ്കര കിട്ടും. വിജയ്ക്കൊപ്പം പേര് വന്നു. പിന്നെ അതിൽ കഥ കൊണ്ടുപോകുന്നത് പുള്ളിയല്ലേ. പുള്ളിയെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇതായിപ്പോയല്ലോ കഥയുടെ ഇത് നല്ലൊരു സൗണ്ടും കാര്യങ്ങളും. വിജയ് അതോടുകൂടി ഒറ്റ പടത്തിലൂടി സൂര്യ സൂപ്പർ സ്റ്റാറായി. ഒറ്റ പടത്തിലൂടി. അതാണ് സൂര്യയുടെ ലൈഫ്. ആ രണ്ടുപേരുടെയും കരിയറാണ് അങ്ങോട്ട് ചേഞ്ച് ആണ്. വലിയൊരു പങ്കുവഹിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഉണ്ടാവും അല്ലേ? ആ ചാരിതാർത്ഥ്യമുണ്ട്. അതിന് ഞാൻ ഇപ്പോഴും പറയുന്നു, ഹിറ്റ്ലറിൽ സിദ്ദീഖിൻ്റെ മനസ്സ് അല്പം വേദന ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. താങ്കൾക്കത് തരാത്തത്. പക്ഷേ ആ മനസ്സിന് എന്നോട് സ്നേഹവും ബഹുമാനവും ഇഷ്ടവും ഉണ്ടായിരുന്നു എന്നുള്ള കാരണമാണ് എന്നെ വേറൊരു ഭാഷയിൽ ഞങ്ങൾക്കൊരു സിനിമ ചെയ്ത് ആ ഭാഷയിലെ എവർ ടൈം സൂപ്പർ ഹിറ്റ് സിനിമയിൽ ഇന്ന് ഓർമ്മിക്കുന്ന സിനിമയായിട്ട് സിദ്ദീഖിന് എനിക്ക് തരാൻ സാധിച്ചത് സിദ്ദീഖിൻ്റെ നല്ല മനസ്സാണ്. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ സിനിമയിൽ പല നടന്മാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സിനിമയിലൊരു ആത്മാർത്ഥമായ സൗഹൃദമില്ല, ഒരു ആവശ്യത്തിനപ്പോൾ കാണുന്ന ആളുകളെ സൗഹൃദം കൊണ്ട് നടക്കുന്നു, പിന്നീട് പലപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. പക്ഷെ താങ്കളിപ്പോൾ പറയുന്നത് അതിന് വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ്. അത്രയും കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് പുലർത്തുന്നുണ്ട് എന്നുള്ളത് അത് താങ്കൾക്ക് അനുഭവപ്പെട്ടില്ല? അതിപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളെങ്ങനെയാണ് അതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നപ്പോൾ. നമുക്ക് സൗഹൃദങ്ങൾ എന്ന് വിളിക്കുന്നെങ്കിൽ ബേസിക്കലി കുഴപ്പം നമ്മൾ കണ്ണാടി വെച്ചിട്ട് നോക്കുക കുഴപ്പം എവിടെയാണ്, നമുക്ക് തന്നെയായിരിക്കും കുഴപ്പം, അവർക്കായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ഈ നിർമ്മിച്ച സിനിമകളുടെ പേര് പറയുന്നതോടൊപ്പം തന്നെ വിതരണം ഏറ്റെടുത്ത സിനിമകൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഹിറ്റുകൾ എന്ന് വെച്ചാൽ ഈ നിർമ്മിച്ച സിനിമകളുടെ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാളേറെ ഹിറ്റായ സിനിമകളാണ്. ആറാം തമ്പുരാൻ, ചന്ദ്രലേഖ, അയാൾ കഥ എഴുതുകയാണ്, ഉസ്താദ്, നരസിംഹം,
കാക്കക്കുയിൽ, രാവണപ്രഭു, നമ്മൾ, തിളക്കം, ഇങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകളാണ്. അതെ അതെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ താങ്കൾക്കുള്ള ഒരു ഓർമ്മ എങ്ങനെയാണ്? അത് നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉള്ളപ്പോൾ ഓരോരുത്തർ ഇപ്പം ഒരു കഥയായിട്ട് വരും, ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരും. നമ്മുടെ സെറ്റപ്പിൽ ആ സിനിമ ചെയ്യും. അവരോട് ഞാൻ അന്നേ പറയും, ഈ സിനിമയ്ക്ക് വേണ്ടുന്ന മുഴുവൻ പണവും ഞാൻ തന്നോളാം, നിങ്ങളുടെ പേരിൽ ഈ സിനിമ എടുത്തിട്ട്, എൻ്റെ സെറ്റ് സിനിമ എടുത്തിട്ട് നിങ്ങൾ അതിന് പ്രൊഡ്യൂസറായിട്ട് നിൽക്കുക. നഷ്ടം വന്നാൽ, സിനിമയല്ലേ നഷ്ടം വരാൻ സാധ്യതയുണ്ടല്ലോ, നഷ്ടം വന്നാൽ നിങ്ങൾ എനിക്ക് ഒരു പൈസ പോലും തിരിച്ചു തരണ്ട. ലാഭം വന്നാൽ എനിക്ക് എൻ്റെ മിനിമം കമ്മീഷൻ എന്ന് പറഞ്ഞ് 25% അത് മാത്രം മതി, ബാക്കി എന്ത് ലാഭം കിട്ടിയാലും നിങ്ങൾ എടുത്തോളൂ. അങ്ങനെയാണ് എൻ്റെ രീതി. അങ്ങനെ വന്നു ആ സിനിമകൾ. കഥയിൽ ഇപ്പം അങ്ങനെ പറയുമ്പോൾ ആ പ്രൊഡ്യൂസർ കൊണ്ടുവന്ന കഥാകൃത്തോ ഡയറക്ടറോ ഒക്കെ ആയിട്ട് ഞാനും ഇരിക്കും, കഥ കേൾക്കും. അത് വരുന്ന ഡയറക്ടർമാരൊക്കെ എല്ലാവരും നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നവരാ. പിന്നെ ഈ വരുന്ന ഡയറക്ടർക്കായാലും നടന്മാർക്കായാലും മമ്മൂക്കായാലും മോഹൻലാൽ നമ്മുടെ കമ്പനിയല്ലേ, അപ്പോൾ അപ്പച്ചനല്ലേ, നമുക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ നമ്മൾ അതിലൊരു പ്രൊഡ്യൂസറുടെ പാർട്ട് മാതി ഇരുന്നിട്ട് നമ്മൾ ചെയ്തിട്ട് പടം റിലീസ് ചെയ്യും. അത് ദൈവം സഹായിച്ചിട്ട് നന്നായിട്ട് ഓടും. ഞാൻ വരുന്നവരോട് ഇത്രയേ പറയാറുള്ളൂ, നമുക്ക് ഒരു പ്രൊഡ്യൂസർക്കും ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കും അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്കും ഒരു ഹീറോയ്ക്കുള്ളിൽ ഒരു സിനിമ വരുമ്പോൾ ഒരു ഹാർമണി വേണം. ആ ഹാർമണി നഷ്ടപ്പെടുത്തരുത്. ഹാർമണി പോയാൽ മണി ഉണ്ടാകില്ല. ഹാർമണി ഈസ് മണി. അത് മാത്രമല്ല, ഈ ഹാർമണി തെറ്റിയ സിനിമകളുണ്ടോ, സിനിമ പരാജയപ്പെട്ടിരിക്കും. ഇത് ഞാൻ ആദ്യം പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നരസിംഹവും ചന്ദ്രലേഖ, ആറാം തമ്പുരാനും ഒക്കെ ഭയങ്കര ഹിറ്റുകളല്ലേ, കടുമ ഹിറ്റുകളല്ലേ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ അതുകൊണ്ട് ലാഭം കിട്ടിയിട്ടുണ്ട്. എനിക്കും ഗുണം കിട്ടിയില്ല എന്നല്ല ഞാൻ പറയാം, എനിക്ക് അതിലുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. അതെ. ഈ ഫ്രണ്ട്സ് തമിഴിൽ എടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു റിസ്കിനെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് പേര് താങ്കളെ വാൺ ചെയ്തിരുന്നു, അത് ചെയ്യരുത്, അത് നഷ്ടമായിരിക്കും. അപ്പോൾ ആ കാലത്ത് താങ്കൾ ഒരുപാട് റിസ്ക് ഈ ബിസിനസ് കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ നിർമ്മാണത്തിലൊക്കെ ഒരുപാട് റിസ്ക് എടുത്ത ആളാണ്. തോൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പുള്ള സിനിമകൾ താങ്കളുടെ സ്വന്തം ഒരു ആത്മവിശ്വാസം കൊണ്ട് മാത്രം എടുക്കുകയും അത് ഹിറ്റാക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിറ്റായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതിന് നേരെ ഒരു എതിർവശം ഉണ്ടല്ലോ, അതായത് ഇത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയിട്ട് താങ്കളത് നിർമ്മിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുകയും പക്ഷെ പിന്നീട് അത് വലിയ ഹിറ്റായി മാറുകയും ചെയ്ത അത്തരം അനുഭവങ്ങളുണ്ടോ? ഞാൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്തൊക്കെ റെഡിയായി വെച്ചിട്ട് മറ്റു ചില കാരണങ്ങളാൽ, എൻ്റേതല്ലാത്ത കാരണങ്ങളായാൽ മാറിപ്പോയ സിനിമയുണ്ടല്ലോ. എൻ്റേതല്ലാത്ത കാരണങ്ങളാൽ മാറിപ്പോയൊരു സിനിമയുണ്ട്, ഹിറ്റ്ലർ. ഞാൻ പറഞ്ഞില്ലേ, അത് എൻ്റേതല്ലാത്ത കാരണം കൊണ്ടാണല്ലോ. അതിൽ കുറേ കാര്യങ്ങളുണ്ട്, അതിലെ കാര്യങ്ങളെല്ലാം ഞാൻ വെളിപ്പെടുത്താൻ നിർത്തുന്നില്ല. അതിലെനിക്ക് അല്പം പോലും സന്തോഷക്കുറവില്ലല്ലോ. അത് നമുക്ക് വിധിച്ച് നമുക്ക് വരില്ലേ, നമുക്ക് വിധിക്കാത്തതിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എപ്പോഴും മനസ്സിലായി, ഞാൻ ഒരു സിനിമ എടുക്കാൻ വേണ്ടി ആലപ്പുഴ ഫാസിൽ സാറിൻ്റെ വീട്ടിലേക്ക് സ്റ്റേറ്റ് ബസ്സിൽ പോയ ആളാണ്. എൻ്റെ ടാർഗറ്റ് ഒന്നേ ഉള്ളൂ, 40 സിനിമ എത്തിയിട്ടുണ്ടെങ്കിൽ 39 അല്ലാണ്ട് നമുക്ക് കിട്ടിയതല്ലേ. പിന്നെ നമ്മൾ എന്തിനാണ് അതിനെപ്പറ്റി ഓർത്തിരിക്കുന്നത്? നമുക്കുള്ളത് നമുക്ക് വരൂലേ, നമ്മൾ വെറുതെ വീട്ടിൽ നമുക്കുള്ളത് നമ്മൾക്ക് വരും. ഇപ്പോൾ നരസിംഹവും ചന്ദ്രലേഖ, ആറാം തമ്പുരാനും ഒക്കെ എന്നെ തേടി വന്ന സിനിമകളല്ലേ. അനീത്യപ്രാവൊക്കെ അങ്ങനെ വന്നതില്ലേ. വേണ്ട, തമിഴിൽ ഞാൻ പോകുമെന്ന് വിചാരിച്ചില്ലല്ലോ, തമിഴിൽ ചെയ്തില്ല. തമിഴ് ചെയ്തപ്പോൾ എന്താണ്, എവർലാസ്റ്റിംഗ് ഹിറ്റല്ലേ കൊടുത്തിരിക്കുന്നത്. ഇന്നും ഫ്രണ്ട്സ് കാണാത്തൊരു തമിഴിലെ ഒരാളില്ല. ഈ മലയാളത്തിൽ ഈ ഒരു കാലഘട്ടം ഫ്രണ്ട്സ് തമിഴിൽ എടുക്കുന്നു, അതിനു മുൻപ് അനിയത്തിപ്രാവ് വരുന്നു, ഇതിന് ശേഷം പിന്നീട് മലയാളത്തിൽ ചെയ്തിട്ടുള്ള സിനിമകൾ ആ ഒരു കാലഘട്ടത്തിൽ ഏതാണ്? അതായത് തമിഴിൽ പിന്നീട് അഴകിയ തമിഴ് മകൻ വരുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ വേഷം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, വേഷം. പിന്നെ ഒരു തെലുങ്ക് സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ഇടയ്ക്ക് രഞ്ജിത്ത് ഒരു സിനിമ ചെയ്തായിരുന്നു. ഞാൻ രഞ്ജിത്ത് നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ നന്ദന ഇവിടെ ഇറങ്ങിയപ്പോൾ അത് തെലുങ്ക് പോയി ചെയ്തു. മാ ബാപ്പു ബൊമ്മയ്ക്ക് പെല്ലിൻ്റെ രവിരാജ പിൻഷെട്ടി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ വെച്ചിട്ട്. പക്ഷേ അതവിടെ ഏറ്റില്ല. കാരണം ഇവിടെ ഗുരുവായൂർ അമ്പലത്തിനൊരു പ്രത്യേകതയാണ്. അവിടെ അതിപ്പോൾ ഒരു അമ്പലമൊക്കെ വെച്ചിട്ടാണ് ബേസ് ചെയ്തത്. പക്ഷേ അത് ഇത്രയും തീവ്രത ഉള്ള ഭക്തി അല്ല അവിടെ വേറൊരു ഇത്, അതവിടെ പാളിപ്പോയി, ഏറ്റില്ല. അതങ്ങനെ ചെയ്തു. പിന്നെ ചെയ്ത പടമാണ് വേഷം. മമ്മൂക്ക, കോഴിക്കോടുള്ള ഡയറക്ടർ വിനു, റസാക്ക്. പിന്നെ ഇപ്പോൾ അവസാനം CBI 5 ദ ബ്രെയിൻ. ഈ CBI 5 മുന്നേ നമുക്ക് തമിഴിൽ അഴകിയ തമിഴ് മകൻ ചെയ്തത് ഒരു വലിയ കഥ തന്നെ ആയിരിക്കും എന്നറിയാം. നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. പ്രശസ്ത സിനിമാ നിർമ്മാതാവായ സ്വർഗചിത്ര അപ്പച്ചൻ തന്റെ സിനിമാ ജീവിതത്തിലെ വിശേഷങ്ങൾ ഫഹദ് റാസയുമായി പങ്കുവച്ചതിന്റെ 4ാം ഭാഗമാണ് നിങ്ങൾ കേട്ടത്. തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച കയ്യൊപ്പിൽ. കയ്യൊപ്പ്.